ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമുക്കൊരു കുമ്പളങ്ങ കൊണ്ടുള്ള കറി കേട്ടാ. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. പിന്നെ നമ്മൾ കുമ്പളങ്ങ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊടുന്നതാട്ടാ. അവരുടെ വീട്ടിലുണ്ടായതാണ്. അവരുടെ വീട്ടിൽ എന്തുണ്ടായാലും നമുക്ക് കൊടുന്ന് തരും കേട്ടാ. അപ്പം നമുക്ക് കുമ്പളങ്ങ ഉള്ള കറി ഉണ്ടാക്കാട്ടാ. അപ്പൊ നമുക്ക് അങ്ങനെ പരിപ്പ് ഇടാട്ടാ. പരിപ്പ് നമുക്ക് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. പരിപ്പ് ഇട്ടിട്ടാണ് കറി വെക്കണത്. പരിപ്പിടാം. അപ്പൊ നമുക്ക് പരിപ്പ് അടുപ്പത്ത് വെക്കാട്ടാ. ഇനി നമുക്ക് പരിപ്പ് വേവട്ടെ കേട്ടാ. പരിപ്പ് നമുക്ക് വേവാൻ വെച്ചിട്ടുണ്ട്. നമ്മള് കുക്കറിലെ നല്ലാട്ട പരിപ്പ് വേവിക്കുന്നത്. നമ്മളിത് വേഗം വേവണ പരിപ്പാണ്. അപ്പൊ നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആ പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങ നമുക്ക് നുറുക്കാട. കുമ്പളങ്ങയുടെ നമ്മൾ ചെറിയൊരു കഷ്ണം എടുക്കുള്ളൂ കേട്ടാ. കാരണം നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആ കഷ്ണങ്ങൾ നുറുക്കാട്ടാ. അപ്പൊ നമ്മൾ കുമ്പളങ്ങ മുറിക്കാണ് കേട്ടാ. കുമ്പളങ്ങ മുറിക്കാൻ പോവുകയാണ്. നമുക്ക് എത്രയേ ആവശ്യമുള്ളൂ കേട്ടാ. കുമ്പളങ്ങ മുറിക്കാൻ കുറച്ച് പണിയാണ്. ഓക്കെ, കുമ്പളങ്ങ മുറിക്കാതിൻ്റെ മുന്നേ ഇതാട്ട കുമ്പളങ്ങ. അപ്പം നമുക്ക് ഈ ഒരു കുമ്പളങ്ങ കഷ്ണം മതിയിട്ട് നമുക്ക്. അപ്പം ഇത് നമുക്ക് നുറുക്കിയിട്ട് കേട്ടാ നുറുക്കാം നമുക്ക്. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങ കഷ്ണം മതി കേട്ടാ. നമ്മളിപ്പോൾ അത് മുറിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങളാക്കി നുറുക്കാം. അപ്പം നമ്മളെ കുമ്പളങ്ങ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നുറുക്കാട്ടാ. അപ്പം നമുക്ക് ഇനി തക്കാളി പച്ചമുളകൊക്കെ അത് നുറുക്കണം കേട്ടാ. നമ്മൾ കുമ്പളങ്ങ മാത്രമേ ഇപ്പം നുറുക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് പച്ചമുളകും തക്കാളി നുറുക്കിയിട്ട് അതും കൂടെ നമുക്കിതിലിടണം. അപ്പം നുറുക്കട്ടെ കേട്ടാ. അപ്പം നമ്മളുടെ പരിപ്പ് വെന്താ നമുക്ക് നോക്കാം. വായു പരിപ്പ് വെന്തു കേട്ടാ. പരിപ്പൊക്കെ നമ്മളുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് അറിയോ, കുമ്പളങ്ങ ഇട്ട് കൊടുക്കാട്ടാ. കുമ്പളങ്ങ ഇടുന്ന വെച്ചാൽ പരിപ്പ് നല്ലോണം വേവണേക്കാളും മുന്നേ ഞാൻ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പരിപ്പൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുമ്പളങ്ങയും തക്കാളി പച്ചമുളക്. അപ്പം നമ്മളെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഇനി മുഴുക്കനും വേവാനായിട്ട് നിൽക്കണില്ല. കാരണം ഇനി കുമ്പളങ്ങ ഇട്ട് കൊടുക്കണല്ലോ. നമ്മളെ പരിപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് കുമ്പളങ്ങ തക്കാളി പച്ചമുളക് ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് മുഴുക്കനും വേവാനായിട്ട് നിൽക്കണില്ല. നമ്മളപ്പോഴേക്കും കുമ്പളങ്ങ ഇട്ട് കൊടുക്കും. ഇനി കുമ്പളങ്ങയും പരിപ്പും കൂടി ഒരുമിച്ച് വേകുമ്പോൾ പരിപ്പൊക്കെ അങ്ങോട്ട് വന്നോളൂ. അപ്പം നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നുറുക്കി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് കുറച്ചേരം കൂടി അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി മുളകും പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് മുളകും പൊടി കുറച്ചും കൂടി വേണമല്ലോ. അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറിയിൽ അധികം എരിവിൻ്റെ ആവശ്യമില്ല. കുറച്ചിട്ടുണ്ട് മതി. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഓക്കെ, മഞ്ഞൾപ്പൊടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കിയിട്ടൊക്കെ ഇടാം ഉപ്പ്. അപ്പം അത് മതി. ഇനി നമുക്കിതൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇറക്കണമെന്നില്ല, തന്നെ തിളച്ച് ഒക്കെ ആയിക്കോളും. ഞാൻ ഇളക്കി കൊടുക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു സമാധാനക്കേട്. അപ്പം ഞാൻ അതവിടെ കിടന്നിട്ട് വേവട്ടെ കേട്ടാ. അപ്പം നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം കൂട്ടാനിക്ക്. കാരണം അത് നമ്മൾ 2 തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അത് അത്ര പുളി ഉണ്ടാവില്ല. അപ്പം എന്തായാലും കുറച്ച് പുളി വേണം. അപ്പം ഞാൻ കുറച്ച് പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി അത് നമുക്ക് കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മളെ കറി ഇവിടെ ഇങ്ങനെ തിളച്ചിങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിനി
പുളി പിഴിഞ്ഞൊഴിക്കണം. പിന്നെ നമുക്ക് നാളികേരം ഇടണം കേട്ടോ. നാളികേരത്തിൻ്റെ നമ്മൾ അരച്ചിട്ട് പാല് നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. അതിൻ്റെ നമ്മൾ അങ്ങനെ തന്നെ അരച്ച് നമ്മളങ്ങനെ കറിന്ന് വെക്കില്ല. നമുക്കങ്ങനെ ഭയങ്കര കട്ടിക്കിരിക്കണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പം നമുക്കിനി പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞാൻ പുളിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ പുളിഞ്ഞാന്നൊക്കെ തന്നെയാണ് പറയുക. അപ്പോൾ അത് മതി നമുക്ക് പുളി. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് ഇനി നമുക്ക് 2 തള വെച്ചാൽ നമുക്ക് നാളികേരത്തിൻ്റെ പാലൊഴിക്കണത് അരച്ചൊഴിക്കണതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഭയങ്കര കട്ടിയായിട്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ നാളികേരത്തിൻ്റെ പാലൊഴിക്കുന്നത്. അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ തിളച്ച് വെന്തു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇതിൻ്റെ നാളികേരത്തിൻ്റെ പാലൊഴിക്കാം കേട്ടോ. നാളികേര പാലൊഴിച്ചു. നമ്മൾ നാളികേര പാലൊഴിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കധികം കട്ടി ഇഷ്ടമല്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ. കട്ടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരം അരച്ചൊഴിക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും, ആവശ്യം കഴിഞ്ഞാൽ കളയും. ആ സംഭവം നമ്മൾ വേപ്പില ഇടണല്ലോ നമുക്ക്. അപ്പം നമുക്ക് ഇനി കറിയിൽ വേപ്പില ഇടണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ കുറവും കൂടി ഇനി വേണ്ട. അപ്പം നമുക്ക് അത് ഇട്ടിട്ട് രുചി കൂട്ടാം. വായു നമ്മൾ വേപ്പില ഇട്ടു കേട്ടോ. നമ്മൾ ഇതിൻ്റെ തണ്ടും കൂടി അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചൂരും മണം കൂടി അങ്ങ് ചെന്നോട്ടെ. അപ്പം അത് അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് മറയൂ. നമുക്കിനി ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടാ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചൊഴിച്ചു. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ കറി. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി നമുക്ക് ചോറിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മൾ കറി ഒഴിക്കാം കേട്ടോ. നമ്മുടെ കറി ഇതാണ്, നമ്മുടെ കുമ്പളങ്ങ കറി കേട്ടോ. ഓക്കെ, പപ്പടം. ഇനി നമുക്ക് അച്ചാറിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച്. നമ്മളുടെ കുമ്പളങ്ങക്കറി ഒക്കെ റെഡിയായി. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.